മുടപ്പിലാപ്പള്ളി മഠം ചരിത്രത്തോട് ചേർന്നിട്ട് 8 നൂറ്റാണ്ടുകൾ പിന്നിടുന്നു. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ വടക്കേക്കര ചെറുപൊയ്ക മുടപ്പിലാപ്പള്ളി മഠം 12 കെട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുരാതന കാലഘട്ടത്തിൻ്റെ സുവർണ സാംസ്കാരിക പൈതൃകം ചൂടി നിൽക്കുന്ന ആ നിർമ്മിതി കേരളത്തിലെ ഏറ്റവും പുരാതന കോവിലകങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ന് കാണുന്ന തറവാടിന് 800 വർഷം പഴക്കം കണക്കാക്കുന്നുവെങ്കിലും അതിൻ്റെ ആദ്യകാല നിർമ്മിതിക്കാവണം ആ പഴക്കം. പല കാലങ്ങളിലായി അത് പുതുക്കി പണിയുകയും കൂട്ടിച്ചേർക്കലുകൾ വരുത്തുകയും ചെയ്തിട്ടുള്ളതാണെന്ന് അനുമാനിക്കാവുന്നതാണ്. അമ്പലവാസികളായ ഈ തറവാട്ടുകാരുടെ പൂർവികർ തൃശ്ശൂരിലെ പെരുവനം ഗ്രാമത്തിൽ നിന്നും ഒരു കൂട്ടമായി ക്ഷേത്രകാര്യങ്ങൾക്കായി ഇവിടെ എത്തിച്ചേർന്നവരാണെന്നാണ് വിശ്വാസം. തറവാടിന് സമീപത്തായുള്ള നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളിലെ അവസാന വാക്ക് പിലാപ്പള്ളിക്കാരുടേതാണ് എന്നതാണ് വിശ്വാസം. പിലാപ്പള്ളി എന്നത് നമ്പൂതിരി സമുദായത്തിലെ ഒരു ഉപവിഭാഗമാണ്. ആ പേരിൽ നിന്നാണോ മുടപ്പിലാപ്പള്ളി എന്ന തറവാട്ട് പേര് ഉദയം ചെയ്തത് എന്ന് ഇന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അതിനിബിഡമായ പ്രദേശത്ത് ഒരു നാട്ടുരാജാവിൻ്റെ എല്ലാവിധ കാര്യശേഷിയോടും കൂടി നിലനിന്ന മുടപ്പിലാപ്പള്ളി തറവാട്ടുകാർ പിന്നീട് തിരുവിതാംകൂർ രാജകുടുംബവുമായി ഉറ്റ ബന്ധത്തിലായി എന്നതും മറ്റൊരു കൗതുകമാണ്. അതിവിശാലമായ ആ സൗധത്തിൻ്റെ നിർമ്മിതി ഏറെ വിശേഷണങ്ങൾ നിറഞ്ഞതാണ്. പഞ്ചവർഗ തറയിൽ നിർമ്മിച്ച അടിത്തറയ്ക്ക് മുകളിലാണ് കൊട്ടാര സമാനമായ ആ 12 കെട്ട് തറവാട് നിലനിൽക്കുന്നത്. കിഴക്കോട്ടാണ് തറവാടിൻ്റെ ദർശനമെങ്കിലും പ്രധാന പ്രവേശന കവാടം തെക്ക് ദിശയെ കണക്കാക്കിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തറയിൽ നിന്ന് സാമാന്യ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ തെക്ക് കിഴക്കായാണ് പൂമുഖം സ്ഥിതി ചെയ്യുന്നത്. പഴമ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും കാലഘട്ടത്തിൻ്റെതായ ചില ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ കാണപ്പെടുന്നുണ്ട്. വിശിഷ്ടമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്ന പൂമുഖവും ഒപ്പമുള്ള മണ്ഡപവുമെല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കൊത്തുപണികളോടെയുള്ള നിരവധി തൂണുകളുടെ അകമ്പടിയിൽ നിർമ്മിച്ച വരാന്തയും ഇതിൻ്റെ പ്രത്യേകതയാണ്. പൂമുഖത്ത് കാണപ്പെടുന്ന ഒറ്റത്തടിയിൽ നിർമ്മിച്ച മാനിൻ്റെയും മറ്റ് ശില്പങ്ങൾക്കുമെല്ലാം ഈ തറവാടിനോളം തന്നെ പഴക്കമുണ്ട്. പ്രധാന വാതിലിന് മുകളിലായി രാസക്രീഡാവലംബയായ ശില്പം ഒറ്റത്തടിയിൽ അതിവിദഗ്ധമായി കൊത്തിവെച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ ഏറ്റവും കൂടുതൽ വർണ്ണിക്കുന്ന ഭഗവാനും അദ്ദേഹത്തിൻ്റെ പ്രധാന 8 പത്നിമാരും യോജിക്കുന്ന നൃത്തരൂപമാണ് രാസക്രീഡ. പുരാതന കാലങ്ങളിലെ തച്ചുശാസ്ത്ര കലാകാരന്മാർ കാട്ടിയ കരവിരുതിലൂടെ വിരിഞ്ഞ ശില്പങ്ങളും മറ്റും ഈ നൂറ്റാണ്ടിലും നിറഞ്ഞു നിൽക്കുന്നതിലൂടെ അവരുടെ വൈഭവത്തെയാണ് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ പ്രധാന നടുമുറ്റത്തേക്കാണ് എത്തിച്ചേരുന്നത്. വശങ്ങളിലെ വരികളെല്ലാം തന്നെ അടുത്ത കാലത്തായി പുതുക്കി തയ്യാറാക്കി സ്ഥാപിച്ചതായാണ് കാണുന്നത്. നടുമുറ്റത്തിന് നടുവിലായി വിശ്വാസത്തിൻ്റെ പ്രതീകമായി കാലപ്പഴക്കം ചെന്ന ഒരു തുളസിത്തറയും സ്ഥാപിച്ചിരിക്കുന്നു. മഹാവിഷ്ണു, ദേവീ സങ്കല്പങ്ങൾ എന്നിവ നിലനിർത്തുവാനായി തുളസിയും ഒപ്പം കസ്തൂരി മഞ്ഞളും നട്ടു നനച്ച് വളർത്തുകയെന്നതായിരുന്നു പാരമ്പര്യ സങ്കല്പം. ഒന്ന് ഉണങ്ങുന്നതിന് മുൻപായി തന്നെ അടുത്ത ചെടി നട്ടുപിടിപ്പിച്ചിരിക്കും. പോയ കാലത്തെ ഹൈന്ദവ ഭവനങ്ങളിലെല്ലാം അവർ വിശ്വാസത്തെ ആധാരമാക്കി തുളസിച്ചെടി നട്ടു നനച്ച് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഇന്നത് അന്യമാണ്. വശങ്ങളിൽ ഇതിഹാസ കഥകളെ അനുസ്മരിപ്പിക്കുന്ന വിശിഷ്ടമായ ചുവർച്ചിത്രങ്ങൾ തൂക്കി ഭംഗിയാക്കിയിരിക്കുന്നു. തറവാടിനുള്ളിൽ മെഗാലിത്തി കാലത്തിൻ്റെ സംഭാവനകളായ മനോഹരമായ കൊത്തുപണികളിലൂടെ സൃഷ്ടിച്ച പാത്രങ്ങളും പെട്ടികളുമെല്ലാം കാലപ്പഴക്കത്തിൻ്റെ പൊടി പിടിച്ച് അങ്ങിങ്ങായി കാണപ്പെടുന്നുണ്ട്.
പ്രധാന നടുത്തളത്തിൻ്റെ വലതുഭാഗത്തായി സാംസ്കാരിക കലാവിരുന്നുകൾക്കായി ഒരു പ്രത്യേക സ്ഥലം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്നവിടം വിശേഷ ദിവസങ്ങളിലെ പൂജാകാര്യങ്ങൾക്കും മറ്റുമായാണ് ഉപയോഗിക്കുന്നത്. നടുത്തളത്തിൻ്റെ ഇടതുഭാഗത്തായി അതീവ രഹസ്യമായ ഒരു ഭാഗം ശക്തമായി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചീനഭരണികളും വിശേഷ പാത്രങ്ങളുമൊക്കെ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. ആ മുറിക്കുള്ളിലൂടെയാണ് പുഴയ്ക്കരിയിലേക്കുള്ള രഹസ്യ അറ സ്ഥാപിച്ചിരിക്കുന്നത്. അവയെല്ലാം ഇന്നത്തെ ചരിത്രശേഷിപ്പുകൾ കൂടിയാണ്. 3 നടുമുറ്റങ്ങളാണ് ഈ തറവാടിനെ 8 കെട്ടിൻ്റെ പകിട്ടിലേക്ക് ഉയർത്തുന്നത്. പുരാവസ്തു വകുപ്പ് അമൂല്യമായി കരുതുന്ന നിരവധി ഉപകരണങ്ങൾ ഇന്നും ഈ തറവാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ ഗണത്തിലുള്ളതാണ്. സമീപത്തായി നമ്പൂതിരി സമുദായക്കാർ നൂറ്റാണ്ടുകളായി ആചാരാനുഷ്ഠാനങ്ങൾക്കും കർമ്മങ്ങൾക്കുമായി വിശേഷ ദിവസങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന പലതരത്തിലും വലിപ്പങ്ങളിലുമുള്ള ആവണി പലകകൾ സൂക്ഷ്മമായി അടുക്കി വച്ചിരിക്കുന്നു. അകത്തെ ഭിത്തികളെല്ലാം തന്നെ തടിയിലാണ് തീർത്തിരിക്കുന്നത്. മുകളിലെ മേൽക്കൂര ഓടിലാണ് പാകപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മച്ച് പൂർണ്ണമായും കൊത്തുപണികളാൽ അലങ്കൃതമായ തടിയിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തറവാട്ടിലെ അടുത്ത നടുത്തളത്തിലേക്കാണ് ചെന്നു ചേരുന്നത്. താരതമ്യേന ചെറുതായ ആ നടുത്തളത്തെ 4 കൂരകൾ അനുഗമിക്കുന്നു. വശത്തായി അടുക്കളയും അതിനുള്ളിൽ തന്നെ ആഴമേറിയ കിണറും സ്ഥാപിച്ചിരിക്കുന്നു. പാരമ്പര്യ തറവാടുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു നിർമ്മാണ രീതിയായാണ് ഇതിനെ കണക്കാക്കുന്നത്. പഴയകാലത്തെ അടുക്കള ഉപകരണങ്ങളൊക്കെ അങ്ങിങ്ങായി ചേർത്ത് വെച്ചിട്ടുണ്ട്. താരതമ്യേന വിശാലമായ അടുക്കള കഴിഞ്ഞ് പുറത്തേക്കെത്തുമ്പോൾ തറവാടിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിൽ ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്ന 1950 മോഡൽ ഘടികാരം സ്ഥാപിച്ചിരിക്കുന്നതും കൗതുകമാണ്. പഴയകാല നിർമ്മിതികളിൽ എല്ലാ കാലത്തും തച്ചുശാസ്ത്ര വിദഗ്ധന്മാർ പുലർത്തിയ സൂക്ഷ്മതകൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കിണറും അടുക്കളയും ശുചിമുറികളും രഹസ്യ അറകളുമെല്ലാം അവരുടെ ദീർഘവീക്ഷണത്തിൻ്റെ അടയാളങ്ങൾ കൂടിയാണ് എന്ന് സൂചിപ്പിക്കാതെ വയ്യ. തറവാടിൻ്റെ അക്കാലത്തെ നിർമ്മാണ വൈഭവം കാണുമ്പോൾ അതിന് ഇളയിടത്ത് രാജവംശവുമായോ കല്ലട രാജവംശവുമായോ ബന്ധമുണ്ടോ എന്നത് ഇനിയും തെളിയിക്കാൻ കഴിയാത്ത വിവരണമായി അവശേഷിക്കുകയാണ്. പഴയ കാലഘട്ടത്തിൻ്റെ പ്രൗഢിയെ തിരിച്ചറിയും വിധം തറവാട്ടിനുള്ളിൽ നിന്നും സമീപത്തെ പുഴയ്ക്കരികിലേക്ക് രഹസ്യ തുരങ്കം തന്നെ നിർമ്മിച്ചിട്ടുള്ളതായി നാം മുൻപ് പറഞ്ഞല്ലോ. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ആ തുരങ്കം അന്യമായി തുടരുകയാണ്. ആസന്നമായ അപകട സന്ദർഭങ്ങളിൽ തറവാട്ടിലുള്ളവർക്ക് രഹസ്യമായി രക്ഷപ്പെടാനും ഒളിവിൽ പോകുന്നതിനും അത്തരം തുരങ്കങ്ങൾ തറവാട്ടുകാരെ ഏറെ സഹായിച്ചിരുന്നു. അതിന് മറ്റൊരു ചരിത്രം കൂടി പറയുവാനുണ്ട്. തിരുവിതാംകൂറിൽ 8 വീട്ടിൽ പിള്ളമാരെ ഭയന്ന് മാർത്താണ്ഡവർമ്മ ഒളിവിൽ കഴിഞ്ഞ തറവാട് കൂടിയാണ് മുടപ്പിലാപ്പള്ളി മഠം. അക്കാലത്ത് 8 വീട്ടിൽ പിള്ളമാർ തിരുവിതാംകൂർ രാജാക്കന്മാരെ വകവരുത്തുവാനായി നാടൊട്ടുക്ക് ചാരന്മാരെ അയച്ച കാലഘട്ടമായിരുന്നു. അതിനെ മറികടക്കുവാൻ അതീവ രഹസ്യമായി തിരുവിതാംകൂറിലെ നിരവധി ഭവനങ്ങളിൽ ബാലനായ മാർത്താണ്ഡവർമ്മ ഒളിവിൽ കഴിഞ്ഞതായി ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ താമസിച്ച ഒരു തറവാട് കൂടിയാണ് മുടപ്പിലാപ്പള്ളി മഠം. തങ്ങൾ നൽകിയ ആ സുരക്ഷിതത്വത്തിന് നന്ദി സൂചകമായി ഏക്കർ കണക്കിന് ഭൂമി മുടപ്പിലാപ്പള്ളിക്കാർക്ക് സമ്മാനിക്കുകയും കരം ഒഴിവ് ചെയ്തു കൊടുക്കുകയും ചെയ്തതായും വിവരമുണ്ട്. എന്തായിരുന്നാലും പച്ചപ്പ് നിറഞ്ഞ മുടപ്പിലാപ്പള്ളി തറവാടിൻ്റെ വ്യക്തമായ ചരിത്രം ഒരു വിശകലന വിഷയമാണെന്നതിൽ തർക്കമില്ല. നന്ദി, നമസ്കാരം.